അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കാം. ലോകത്തെ സ്വാധീനിക്കുന്ന 500 മഹാവ്യക്തിത്വങ്ങളിൽ ഒരാളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു മഹാപണ്ഡിതനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതാരാണെന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്ന് ആകെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇതിനു മുൻപും ഇതേ പണ്ഡിതനെ ലോകത്തെ സ്വാധീനിക്കുന്ന 500 മഹാവ്യക്തിത്വങ്ങളിൽ ഒരാളായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ജോർദാൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ഇങ്ങനെ തിരഞ്ഞെടുത്തത്. ഞാൻ 2-3 ഓപ്ഷൻ പറയാം. ഇതിൽ ആരാണെന്ന് പറഞ്ഞാൽ മതി. ഒന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പിന്നെ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി എന്ന ഒരു വളരെ വലിയൊരു പണ്ഡിതൻ. ഇതിലാരാണ് ഈ ഒരു ലോകത്തെ സ്വാധീനിക്കുന്ന മഹാവ്യക്തിത്വങ്ങളിൽ ഒരാളായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതെന്നാണ് ചോദ്യം. നിങ്ങൾ അറിയുന്ന ആളുകൾ ഉത്തരം കമൻറ്റ് ചെയ്തിട്ട് കൊണ്ടാവണം ഈ വീഡിയോ ഇനി കാണേണ്ടത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൊരു വിഷയം പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് പങ്കുവച്ചൊരു അനുഭവമാണ്. വളരെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണിച്ചു കൊടുക്കുക, കേൾപ്പിച്ചു കൊടുക്കുക. ഇതുപോലെ കുറേ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത്. +2 ഒക്കെ കഴിഞ്ഞ് മാർക്കൊന്നും കിട്ടാതെ +2 കഴിഞ്ഞിട്ടൊരു ശരാശരി മാർക്കിൽ പാസ്സായ ഒരു പെൺകുട്ടി ടൗണിലുള്ള ഒരു ലാബ് അസിസ്റ്റൻറ്റ് കോഴ്സിന് പഠിക്കാൻ പോകുന്ന സമയത്താണ് ഇവൾക്കൊരു പ്രണയബന്ധം ഉണ്ട് എന്നുള്ളത് വീട്ടുകാർ മനസ്സിലാക്കിയത്. ഇവളിടക്ക് പഠിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കൂടെ ഇതിലും മറ്റേ കഫേയിലും മറ്റൊക്കെ കറങ്ങി നടക്കലുണ്ട്, ബീച്ചിൽ പോകലുണ്ട്. അങ്ങനെ ആരൊക്കെ കണ്ടിട്ടാണ് വീട്ടിൽ അറിയുന്നത്. അറിഞ്ഞപ്പോഴാണ് ഇവൾ +1 പഠിക്കുമ്പോഴേ ഉള്ളൊരു കണക്ഷനായിരുന്നു. അത് ഈ രീതിയിലേക്ക് മാറി. അതിങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ ടൗണിലൊരു കോഴ്സ്, സ്വകാര്യ കോഴ്സ് പഠിക്കാൻ പോകല്ലേ. അപ്പോൾ എല്ലാവിധ ഫ്രീഡും കിട്ടിയപ്പോഴാണ് ഇവരുടെ പ്രണയം ഇങ്ങനെ പൂത്തുലഞ്ഞത്. നോക്കുമ്പോൾ രണ്ടും അതാണ്. ഇവൾ ഉമ്മനോട് പറഞ്ഞു, ഇവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. ഇവൻ്റെ സാഹചര്യങ്ങളാണെങ്കിൽ വളരെ മോശം സാഹചര്യങ്ങളാണ്. കുടുംബം ഒരു നല്ല കുടുംബമല്ല, പിന്നെ മതം വേറെയാണ്. ഇവരാണെങ്കിൽ അത്ര വലിയ ഒരു മതകീയമായി ജീവിക്കുന്ന പറയുന്നല്ല, എന്നാലും വേറൊരു മതത്തിലൊരാളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനൊന്നും അത്ര പുരോഗമനക്കാരുമല്ല. ഉമ്മയും വാപ്പയും കൂട്ടക്കാരൊക്കെ ഇവളെ അടിക്കും ഇടിക്കും, വീട്ടിലിട്ട് പൂട്ടിയിടൊക്കെ ചെയ്തിട്ടും ഇവള് പറഞ്ഞു, ഇന്നങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കൊന്നു കളഞ്ഞാലും ശരി, ഞാൻ അതിൽ നിന്ന് പിന്മാറൂല, അവനില്ലാതൊക്കെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ വേറൊരു ആലോചന വന്നത്, ഈ തൽക്കാലം ഇവനെ എങ്ങനെയെങ്കിലും നമ്മുടെ കൂട്ടത്തിലേക്ക് ചേർത്തിട്ട് പൊന്നാനി കൊണ്ടുപോയിട്ട് ഒന്ന് സഭയിലൊക്കെ കൊണ്ടുപോയിട്ട് മാർക്കൊക്കെ കഴിഞ്ഞ് സുന്നത്തൊക്കെ കഴിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവളൊരാഗ്രഹം പോലെ നടക്കുകയും ചെയ്യും. നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ നമ്മൾ എന്ത് വാപ്പി ഉമ്മയാണ് എന്ന രീതിയിലേക്കായി ഉമ്മിപ്പം പിന്നെ ചിന്തിക്കാൻ തുടങ്ങിയത്. ഇവള് ഏത് നിലക്കും മാറൂല. ഇവളുടെ കസിൻസൊക്കെ പറഞ്ഞു, ഞങ്ങളെ അനിറ്റൊരു ബന്ധുവില്ല, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇവളതിൽ നിന്ന് പിന്മാറൂല എന്ന് കണ്ടപ്പോഴാണ് എന്നാൽ പിന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. പക്ഷെ ഇങ്ങനൊരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചപ്പോൾ ഇവൻക്കത് സ്വീകാര്യമാവുന്ന ഒരു ഘട്ടമല്ല. കാരണം അങ്ങനെ എനിക്ക് മതം മാറാനൊന്നും പറ്റില്ല, ഒന്നുകിൽ നമ്മൾ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഒളിച്ചോടിയിട്ട് തളിയിൽ പോയിട്ട്, തളി ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് താലി ചാർത്തിട്ട് ആ ഫോട്ടോ ഒരു 2-3 ആഴ്ചകൾ ഇവരെ വേറെ എവിടൊക്കെയോ മാറി നിന്നു. ഭയങ്കര അന്വേഷണങ്ങളായി, പോലീസ് കേസായി. അങ്ങനെ ഇവരെ പോലീസ് പിടിച്ചപ്പോൾ ഞാൻ പ്രായപൂർത്തിയായ ആളുകളാണ്, എനിക്ക് ഇവൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ആ രീതിയിലേക്കൊക്കെ വന്നപ്പോൾ ഒരു മാർഗ്ഗമില്ല. അതൊക്കെ എല്ലാവരും അറിഞ്ഞു. ആകെ ഫലിഹത്തിലായി, നാണക്കേടിലായി. ഒടുവിൽ വീട്ടുകാർ അനുരഞ്ജന ചർച്ച വെച്ച് ഇവൻ്റെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ആ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിലും അരക്കണം എന്നുണ്ടെങ്കിൽ ഒരു മിക്സി ഇല്ല. അങ്ങനെ ഒരു നിലക്കുമുള്ള ഒരു സൗകര്യങ്ങളില്ലാത്ത ഇവൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ കുടുങ്ങിലൊക്കെ പണിക്ക് പോയിട്ടാണ് ആ കുടുംബം കഴിയുന്നത്. അച്ഛനാണെങ്കിൽ സുഖമില്ലാതെ കിടക്കണം. ആ ഒരു മകനേ ഉള്ളൂ. അങ്ങനെ ഒളിച്ചോടലും കഴിഞ്ഞ് വാടക ഫ്ലാറ്റിലും ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വാപ്പി ഉമ്മാക്കിന് മറ്റൊരു മാർഗ്ഗമില്ലാതായി. ഒടുവിൽ ഇവർ കാഴ്ചൊരു ഉപാധി, മോൻ ഏതായാലും കല്യാണം കഴിച്ചു, മോൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്ക്, അവൾക്ക് അവിടെ താമസിക്കാൻ AC സൗകര്യങ്ങളില്ല. ഇവളാണെങ്കിൽ ഇവിടെ AC റൂമുള്ളൊരു വീടാണ്. അതേപോലെ അലക്കാനാണെങ്കിൽ അവൾ സ്വന്തം അലക്കലില്ല, അതൊക്കെ വാഷിംഗ് മെഷീൻ എടുത്തൊന്നും അവിടെ ഇല്ല. പൊന്നു മോൻ ഇവിടെ വന്ന് താമസിക്കണം എന്നൊക്കെ പറഞ്ഞു. അവനെ ഇവിടെ കൊടുന്ന്. അപ്പോൾ ഇത് രണ്ട് മതക്കാരാണ്. ഇത് ഭയങ്കര പ്രശ്നമായി. ഇത്രയും വലിയ കാശിൻ്റെ ആളെ മോള് കാശുകാരനായതുകൊണ്ട് സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ അത് വേറെ മതക്കാരനെ കെട്ടിച്ചു കൊടുത്തു. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മഹലിലൊക്കെ വലിയ പുകിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇയാൾ അവസാനം ഇവരോട് കാര്യങ്ങൾ പറഞ്ഞു, മോനെ എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോവാം, നല്ലൊരു ജോലി എൻ്റെ കമ്പനിയിൽ തരാം, മോനൊരു കാര്യം ചെയ്യണം, ഞാനിവിടെ നാട്ടിൽ വളരെ പോപ്പുലറായ ഒരാളാണ്, മഹലിനൊക്കെ സഹായിക്കുന്ന സ്വല സംഘടനക്കും മുജാഹിദായാലും സുന്നിയായാലും എല്ലാവർക്കും കാശ് കൊടുത്ത് സഹായിക്കുന്ന ഒരാളാണ്. അപ്പോൾ മോൻക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, പക്ഷെ മോൻ എങ്ങനെയെങ്കിലും ഇവളോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് പോവാം, വേറൊരു പ്രയാസമൊന്നുമില്ലല്ലോ, മോൻ അതിന് വേണ്ടിയിട്ട് ഇനി സഭയിൽ പോയിട്ടും സുന്നത്ത് കേൾക്കുക ഒന്നും വേണ്ട, ഒന്ന് കലിമ ചൊല്ലിയിട്ട് ഞങ്ങളുടെ കൂടെ കൂടിയാൽ മതി, പേരൊക്കെ മാറിയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഒരു നിക്കാഹ് കഴിച്ചൊരു മതപരമായിട്ടൊരു ചടങ്ങായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വ്യഭിചാരമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൾക്കും തോന്നി ശരിയാണല്ലോ, ഇത് നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ
ഇവളെ ആദ്യം ബ്രെയിൻ വാഷ് ചെയ്തു. എന്നിട്ട് അവനോട് കാര്യങ്ങൾ പറഞ്ഞു. അവൻ നോക്കിയത് എങ്ങനെയെങ്കിലുമൊക്കെ ഇവളുടെ കല്യാണം കഴിച്ചിട്ട് ഇവളുടെ ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്വത്ത് നന്നായിട്ട് കിട്ടും, അത്യാവശ്യം സുഖമായിട്ട് ജീവിക്കുക, പിന്നെ ഉള്ള വാപ്പാൻ്റെ കൂടെ ഗൾഫിൽ ജോലി ഉണ്ടാവും, ഇനി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇയാൾ കുറേ ഓഫറുകൾ കൊടുത്തു. എൻ്റെ വീടൊക്കെ ഞങ്ങൾ സെറ്റപ്പാക്കി തരാം, ഈ ഞങ്ങളുടെ കൂടെ നിന്നോ, അമ്മയുടേതായിട്ട് നിന്നോട്ടെ, ഈ എപ്പോൾ എനിക്ക് വേണമെങ്കിലും വീട്ടിലേക്ക് പോവാം, ഇങ്ങനെ ഓഫറുകളൊക്കെ കൊടുത്തു. എനിക്കൊന്ന് തോന്നി ഇന്നൊന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഒരു കാര്യം ഡിമാൻഡ് ചെയ്തു, ഞാനെങ്ങനെ സഭയിലൊക്കെ പോയിട്ടൊരു ലീഗലി ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്ന രീതിയിലേക്ക് മാറില്ല, എൻ്റെ പേര് ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കലിമ ചൊല്ലാം, അതോടൊപ്പം പള്ളിയിലെ ഉസ്താദിൻ്റെ മുൻപിൽ വന്ന് നിക്കാഹിന് വിധേയനാവാം, പേര് മാറ്റാം, പക്ഷേ എൻ്റെ റെക്കോർഡിക്കൽ പേരിൽ ഇപ്പോഴുമുള്ള ആ ഒരു പേര് തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒടുവിൽ ആ വീട്ടുകാർ, കാരണം ഈ മക്കളെ കൊണ്ടുള്ള ഇടങ്ങറ് കാരണം വേറെ ഒരു മാർഗ്ഗവും ഇല്ലാതെ നാണക്കേടിലാവാതിരിക്കാൻ വേണ്ടി ആ വാപ്പാക്കും ഉമ്മാക്കും സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഇവനൊരു ഉസ്താദിനെ കൊണ്ടുവന്നു, കലിമ ചൊല്ലിച്ചു, അത്യാവശ്യം ഇസ്ലാം കാര്യങ്ങളൊക്കെ, ഇസ്ലാമിൽ ചെയ്യേണ്ട നിസ്കാരങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ സഭയിലൊന്നും കൊണ്ടുപോകാതെ തന്നെ ഇവനെ മതം മാറി സുഖസുന്ദരമായിട്ട് ജീവിച്ചു. ഇവനെ ഗൾഫിലേക്ക് കൊണ്ട് ഇവൻ അവിടെ പോയിട്ടും ഇയാളുടെ ഇതിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കാശടിച്ചു മാറ്റുക, അങ്ങനെ കുറേ ദുസ്വഭാവങ്ങളും അതേപോലെ നന്നായിട്ട് ഡ്രിങ്ക്സ് ഉപയോഗിക്കും. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിട്ടു. ആ ഒരു സൂപ്പർ മാർക്കറ്റ് ഇവൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് തകരും. അതോടുകൂടിയിട്ട് ഇവൾക്ക് മനസ്സിലായി ഇതെങ്ങനെ നോക്കിയാലും ഇത് സന്തോഷമായിട്ട് പോണില്ല. ഇവൻ പിന്നെ വീണ്ടും പഴയതുപോലെയായി. ഇവന് പള്ളിയിൽ പോകില്ല, നിസ്കരിക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ മതമൊക്കെ ഞാൻ കിട്ടാൻ വേണ്ടിയിട്ട് തൽക്കാലം നാടകം കളിച്ചതാണ്. ഇങ്ങനെ കുടുംബ ബന്ധങ്ങളൊക്കെ ആകെ തകർന്നു. അതിനിടയിൽ ഇവൾ ഗർഭിണിയായി. അങ്ങനെ ഒരു പെൺകുഞ്ഞ് പ്രസവിച്ചു. ഒരിക്കലും ഒത്തുപോകില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോഴേക്കും ഇവൻക്കുള്ള വീടൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാപ്പ, കാരണം മകളെ കെട്ടിച്ചുകൊടുത്തൊരു വീട് നന്നായിക്കോട്ടെ, അവരിപ്പോൾ ആ അമ്മയും അച്ഛനും നല്ലപോലെ ജീവിക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് ആ വീടൊക്കെ ഇവർ സെറ്റപ്പാക്കി കൊടുത്തിരുന്നു. അതിൻ്റെ പണിയൊക്കെ പൂർത്തിയാവുന്ന സമയത്താണ് ഇവള് കൃത്യമായിട്ട് ഉപ്പയോട് പറയണത്, ഇപ്പം ഇനി അത് മുന്നോട്ട് പോകുന്ന ഒരു കേസല്ല, എനിക്കൊരു കുട്ടിയുണ്ട്, പക്ഷേ ഈ രീതിയിൽ ഈ മനുഷ്യൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുക. കാരണം ഇവൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ തുടങ്ങി ഈ പ്രണയനാളിലെ സ്നേഹബന്ധങ്ങളൊന്നുമല്ല പിന്നീട് സംഭവിക്കുന്നത്. നമ്മൾ എങ്ങനെ നമ്മുടെ വാപ്പാനെയും ഉമ്മാനെ നമ്മൾ ധിക്കരിച്ചോ, അതിൻ്റെ മേലിൽ എന്ത് പ്രണയത്തിൻ്റെ കൊട്ടാരങ്ങൾ, അനുരാഗ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കിയാലും അത് ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയാൻ 3-4 വർഷങ്ങൾ കഴിയേണ്ടി വന്നു. അപ്പോഴേക്കും ഒരു കുഞ്ഞും ആയി. എന്നോട് ഞാൻ സുഹൃത്ത് പറയാണ്, അവൻ്റെ അയൽപ്പക്കത്തുണ്ടായ സംഭവമാണ് പറയുന്നത്. അവർ ഡിവോഴ്സ് ചെയ്തു. കാരണം ഒരു നിലക്കും ഇവനെ കൊണ്ട് നേരാവാൻ ഇവനക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം അത്യാവശ്യം നന്നായിട്ടൊന്ന് ആസ്വദിച്ച് ജീവിച്ചു, നല്ലൊരു പെണ്ണിനെ കിട്ടി, ഓൻ്റെ കുട്ടി ഉണ്ടായി. ഈ പെണ്ണിൻ്റെ വീട്ടുകാരെ തീരുമാനം ആ കുട്ടിന് ഓൻക്ക് കൊടുക്കൂല. ഈ പെൺകുട്ടിയെ ദൂരെ ഒരു ഭാഗത്തേക്ക്, അതിർത്തി പ്രദേശത്തുള്ളൊരു ഭാഗത്തേക്ക് കല്യാണം കഴിപ്പിച്ചയച്ചു. എത്രയോ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ടാവും. നമ്മുടെ മക്കളെ ഈ കൗമാരക്കാലത്തുള്ള പ്രണയബന്ധങ്ങൾ വളരെ പോസിറ്റീവാണ്, അതൊക്കെ കുട്ടികൾ ചെയ്യേണ്ടതാണ് എന്നൊക്കെ കരുതുന്ന വിഡ്ഢികളായ ആളുകൾ അതെവിടെ കൊണ്ടിട്ട് അവസാനിക്കും. ഞാനിത് ഏതെങ്കിലും മതം മാറിയതിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ മതക്കാരൻ ഇതൊന്നുമല്ല. ഒരു പെൺകുട്ടി അവളുടെ കൗമാരക്കാലത്തുണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ് അതൊരിക്കലും നമ്മൾ പോസിറ്റീവായിട്ട് അംഗീകരിക്കരുത്. 2, ഇത്തരം പ്രണയബന്ധങ്ങൾ ഉണ്ടാവുക ഒരു അഡിക്ഷനാണ്. ഈ അഡിക്ഷൻ കൊണ്ടെത്തിക്കുക മതം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വേറെ മതം മാറി. ഈ മതം മാറുന്നതൊക്കെ മതത്തിനോടുള്ള സ്നേഹം കാരണോ ഇസ്ലാം മതത്തിൽ എന്തെങ്കിലും പുണ്യങ്ങൾ കണ്ടിട്ടൊന്നുമല്ല അനീഷ് എന്ന് പേരുള്ള അയാൾ ഇങ്ങോട്ട് മാറിയത്. അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടി റൈഹാനത്ത് എന്ന് പേരുള്ള ഈ ഒരു പെൺകുട്ടി ഇവനെ സ്വീകരിച്ചത് ഇതൊന്നും കണ്ടല്ല. ഇവർക്ക് അഡിക്ഷൻ, ഈ പ്രണയം എന്നുള്ള പറയുന്ന സാധനത്തിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതിന് വാപ്പയും വേണ്ട, ഉമ്മയും വേണ്ട, മതവും വേണ്ട, ജാതിയും വേണ്ട. ഇതാവുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോൾ ഈ ബന്ധം തകരും. നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട പെൺകുട്ടി, ലൈഫിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ലൊരു കരിയർ ഉണ്ടാക്കുക, സ്വന്തമായിട്ടൊരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരിക, പരമാവധി വാപ്പാനും ഉമ്മാനും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലായിരിക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിനൊരു ബർക്കത്തുണ്ടാവും. അതെല്ലാം നിങ്ങളുടെ കല്യാണം വരെ എന്തിനും വാപ്പാടും ഉമ്മാടിയും കാശുകൊണ്ട് ജീവിച്ച് അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോയിട്ട് നിങ്ങളുടെ ലൈഫിനും അതൊരു ഗുണകരമായിട്ട് മാറില്ല. ഈ അനുഭവം എൻ്റെ സുഹൃത്ത് പങ്കുവെച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങളോട് പറയണം. കാരണം നമ്മുടെ പെൺകുട്ടികൾക്ക് ഈ ഒരു ദുരവസ്ഥ വരാതിരിക്കാനാണ്, നാളെ നമ്മുടെ വീട്ടിലും ഇത്തരം ഒരവസ്ഥ വരാതിരിക്കാൻ ഈ അനുഭവം നമ്മൾ മനസ്സിലാക്കിയേ തീരൂ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഈ ദുരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂട്ടത്തിൽ നമ്മളൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ട്. ഷഫീഖ് എന്ന് പേരുള്ള മലപ്പുറത്തുള്ള ഒരു യുവാവ് ഇന്ന് മരണപ്പെട്ടു. ഈ സുജിത് ദാസ് എന്ന് പേരുള്ള ഒരു SP നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം നോക്കുന്ന ഒരു കാലത്ത് വ്യാജ MDMA കേസിൽ കുടുക്കിയ ഒരാളായിരുന്നു ഈ ഷഫീഖ്. ഹൃദയാഘാതം മൂലമാണ് ആ യുവാവ് മരണപ്പെട്ടത്. അന്ന് ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ യാത്ര ചെയ്ത കാറിൽ നിന്നും പിടിച്ചെടുത്ത സുഗന്ധദ്രവ്യമാണ് MDMA ആണെന്ന് പറഞ്ഞിട്ട് അന്ന് അറസ്റ്റ് ചെയ്തത്. അല്ലെന്ന് പരിശോധനാ റിപ്പോർട്ടൊക്കെ വന്നപ്പോഴേക്കും 88 ദിവസം പലരുടെയും ജീവിതം ഇല്ലാതാക്കി. നമ്മളന്ന് ഇവർ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിസാൽ മീഡിയ ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു.
മേലാറ്റൂർ മണിയാണിരിക്കടവ് പാലത്തിന് സമീപത്ത് വെച്ചാണ് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഇവരെ പിടികൂടിയത്. അങ്ങനെ കാറിൽ വെച്ചിരിക്കുന്ന ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു സുഗന്ധദ്രവ്യം ആണ് പിടിച്ചത്. അതൊരു സുഗന്ധദ്രവ്യമാണെന്ന് പറഞ്ഞിട്ടും അന്ന് പോലീസ് അത് വിശ്വസിച്ചില്ല, അത് പരിശോധിക്കുകയും ചെയ്തില്ല. അവരത് ലഹരിയാണെന്ന് പറഞ്ഞെടുത്തു. അതിക്രൂരമായ പീഡനങ്ങളാണ് അന്ന് ആ ഒരു കാറിലുണ്ടായിരുന്ന ആളുകളെ ഏറ്റുവാങ്ങിയത്. അവരുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ വരെ മുളക് പുരട്ടി തലകീഴായിട്ട് കെട്ടിത്തൂക്കി വാതിലിനടിയിൽ വിരലുകൾ വെച്ച് അടച്ചു. ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ഏറ്റുവാങ്ങി എന്ന് ഷെഫീഖ് പിന്നീട് പറയണ്ടായി. ഷെഫീഖിന് കുറച്ചൊന്നല്ല നഷ്ടമുണ്ടായത്. KSEB കരാർ തൊഴിലാളിയായ ഷെഫീഖ് എടുത്തുകൊണ്ടിരിക്കുന്ന കരാർ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ചെയ്ത പ്രവർത്തിക്കുള്ള ബില്ലുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി. വിദേശത്തു നിന്ന് ലീവിന് വന്ന മറ്റൊരാൾക്ക് തിരിച്ചു പോകാൻ 10 ദിവസം മാത്രം ബാക്കിയിരിക്കുകയായിരുന്ന സംഭവം ഉണ്ടായത്. അതോടെ ആ ജോലി നഷ്ടപ്പെട്ടു. മറ്റൊരാൾക്ക് വിദേശത്തെ ജോലി മാത്രമല്ല നഷ്ടമായത്, ഭാര്യ തെറ്റിദ്ധരിച്ച് ഉപേക്ഷിച്ചു പോയി. കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന മറ്റൊരാൾക്ക് കൂലിവേലയായിരുന്നു. 3 മാസത്തോളം ജയിൽവാസം കൂടുതൽ കടബാധ്യതകളാണ് ഉണ്ടാക്കിയത്. ആരും നേരിടാൻ പാടില്ലാത്ത മാനസികവും ശാരീരികവുമായ സമ്മർദ്ദവും ഷെഫീഖിനെ ഈ 38-ാം വയസ്സിൽ ദുരന്തത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവാം. ഹൃദയാഘാതം മൂലമാണ് യുവാവ് മരിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ആർക്കെങ്കിലും ഒരാൾക്ക് ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ പങ്കുവച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.